ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നുപോകലിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും കിട്ടിയാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്നും കരുതുന്ന സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, വിജയം, നേട്ടങ്ങൾ, സൽപ്പേര്, സൗഭാഗ്യങ്ങൾ, അംഗീകാരം, ആദരവ്, ആരോഗ്യം, ആയുസ്, അങ്ങനെ എല്ലാം കടന്നുപോകും. മറുവശത്ത് ഒരിക്കലും സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന സഹനം, വേദന, അപമാനം, തകർച്ച, നഷ്ടങ്ങൾ, പരാജയങ്ങൾ, രോഗങ്ങൾ, അതും കടന്നു പോകും. എന്നാൽ ഒരിക്കലും കടന്നു പോകാത്ത നിത്യസത്യമായ ഒരു സമ്മാനം, ഒരു വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മ യേശു നമുക്ക് നൽകിയതും കടന്നു പോകലിൻ്റെ തിരുനാൾ ദിനത്തിലാണ്. വിശുദ്ധ കുർബാന ഒരിക്കലും കടന്നു പോകില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന 3 നിത്യസത്യങ്ങളായ ദൈവവും അമ്മയും മരണവും ഒന്നുചേരുന്ന ഏറ്റവും വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന യേശു പ്രഖ്യാപിച്ച യേശുവിൻ്റെ ശരീരവും രക്തവുമാണ്. ദൈവം തന്നെയാണ്. ദൈവം നമ്മോട് കാണിച്ച മാതൃസ്നേഹത്തിന് യേശു മനുഷ്യകുലത്തിന് ലോകാവസാനത്തോളം നൽകിയ നിത്യസ്മാരകവും ഓർമ്മയുമാണ് വിശുദ്ധ കുർബാന. അമ്മയുടെ ഉദരത്തിലും ജനനത്തിൻ്റെ ആദ്യ നാളുകളിലും അമ്മയാണ് കുഞ്ഞിൻ്റെ ആഹാരം. അമ്മയുടെ ശരീരമാണ് കുഞ്ഞിൻ്റെയും ശരീരം. ആ മാതൃബന്ധം തന്നെയാണ് വിശുദ്ധ കുർബാനയിലൂടെ ഈ ലോകത്തിൽ എന്നേക്കും യേശു സ്ഥാപിച്ചത്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ ആന്തരിക സത്ത പരിപൂർണമായി തീരുന്നത് യേശുവിൻ്റെ മരണത്തിലാണ്. അതൊരു മുറിയപ്പെടലാണ്. എന്നാൽ അതിൻ്റെ ഫലം ഉയിർപ്പാണ്, നിത്യജീവനാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യേശുവിൻ്റെ വാക്കാണത്. വിശുദ്ധ കുർബാനയിലൂടെ അങ്ങനെ മരണവും കടന്നു പോകുന്നു. മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. ലോകത്തിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് അതേപോലെ അതിൻ്റെ പരിപൂർണതയിൽ ലോകാവസാനം വരെ ആവർത്തിക്കപ്പെടുന്നത്. അതാണ് വിശുദ്ധ കുർബാന. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ അടയാളങ്ങളും വചനങ്ങളുമാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം തന്നെ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുവാനായിരുന്നു. കാരണം അപ്പത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. യേശു കടലിന് മീതെ നടന്ന അത്ഭുതവും കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുവാനായിരുന്നു. അതായത് തൻ്റെ ശരീരത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. അപ്പോൾ കുർബാന യേശു അപ്പത്തിനും തൻ്റെ ശരീരത്തിനും മാറ്റം വരുത്തിയതാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് ജനക്കൂട്ടം ഏറ്റവും അധികം സംശയിക്കുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഏറ്റവും അധികം ആളുകൾ യേശുവിനെ വിട്ടുപോയത്. എന്നിട്ടും അവരെ തിരിച്ചു വിളിക്കാനോ തൻ്റെ വാക്കുകളിൽ വെള്ളം ചേർക്കാനോ യേശു തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് പോകണമോ എന്നാണ് യേശു ചോദിക്കുന്നത്. അതുകൊണ്ട് പരിപൂർണമായ വിശ്വാസ അനുഭവത്തിൽ മാത്രമേ വിശുദ്ധ കുർബാനയെ സമീപിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവമാണ് പല അക്കത്തോലിക്ക സഭാസമൂഹങ്ങളിലും രൂപം കൊള്ളുവാൻ കാരണമായി തീർന്നത്. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന പ്രമാണം വിശുദ്ധ കുർബാനയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു. ദൈവത്തിൻ്റെ ശരീരം മനുഷ്യൻ്റെ ശരീരത്തോട് ചേർത്ത് മനുഷ്യ ശരീരത്തെ ദൈവത്തിൻ്റെ ശരീരമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. എന്നാൽ വിശുദ്ധ കുർബാനയെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ സ്വീകരിക്കണം എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്, സമീപനമാണ്, മനോഭാവമാണ്. 4 രീതിയിലാണ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്ന പ്രതികരണം. 1, അനേകം ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ യേശുവിൻ്റെ കൂടെ നടക്കുന്നില്ല. എന്നാൽ അവരാരെയും യേശു തിരിച്ചു വിളിക്കുന്നുമില്ല. 2, യൂദാസ്കറിയാത്തയെ പോലെ പാപ അവസ്ഥയിൽ സ്വീകരിക്കാം. പണത്തോടുള്ള ആഗ്രഹം മൂത്ത് കുർബാനയെ സമീപിക്കാം. അയോഗ്യതയോടെ സ്വീകരിച്ചാൽ അത് നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമായിത്തീരുന്നുവെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുമുണ്ട്. 3, നിസ്സംഗതയോടെ ആഴമായ വിശ്വാസമില്ലാതെ, തീക്ഷ്ണതയില്ലാതെ നമുക്ക് സ്വീകരിക്കാം. പത്രോസും മറ്റു ശിഷ്യന്മാരും അങ്ങനെയാണ് ഈശോയെ സ്വീകരിച്ചത്. തക്ക സമയം വരുമ്പോൾ നമ്മൾ യേശുവിനെ തള്ളിപ്പറയും, യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. ഇപ്പോൾ സംഭവിക്കുന്നത് അതുതന്നെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് നിർജീവമായി അവസാനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പാപത്തിൽ വീണു പോകുന്നത്. അതേസമയം യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് അതീവ വിശ്വാസത്തോടെ ആഴമായ സ്നേഹത്തോടെ യോഹന്നാൻ ശ്ലീഹായെ പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കാം. അവിടെ അത്ഭുതം സംഭവിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക എന്നാൽ യേശുവിൻ്റെ ബലിയിൽ പങ്കുചേരുക എന്നതാണ്. ഒരിക്കൽ പൂർത്തിയായ ആ ബലിയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെയും ബലിയായി സമർപ്പിക്കുവാൻ കഴിയും. നിത്യരക്ഷ, സ്വർഗീയ സൗഭാഗ്യം നേടാൻ കഴിയും. വിശുദ്ധ കുർബാനയുടെ ശക്തി അതാണ്.
മനുഷ്യരക്ഷ പൂർത്തീകരിക്കുക എന്നത് സ്വർഗീയ പിതാവിൻ്റെ സ്നേഹപൂർണമായ തീരുമാനമായിരുന്നെങ്കിൽ വിശുദ്ധ കുർബാന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. രക്ഷാകര പദ്ധതി മുഴുവനും പഴയ നിയമത്തിലൂടെ ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നെങ്കിൽ ചെറിയ സൂചനകൾ മാറ്റി നിർത്തിയാൽ വിശുദ്ധ കുർബാന യേശു തന്നെ മനുഷ്യർക്ക് തൻ്റെ ഓർമ്മയ്ക്കായി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്, ഏറ്റവും വലിയ രഹസ്യമാണ്. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനായി തീർന്ന ദൈവം പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യമാണത്. തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച സഹനത്തിൻ്റെ, പീഡകളുടെ, ത്യാഗത്തിൻ്റെ നിത്യസ്മരണയാണ് വിശുദ്ധ കുർബാന. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ച് ആ വാക്കുകൾ പരിപൂർണമായി അനുസരിക്കുവാൻ യേശു പഠിപ്പിച്ചപ്പോഴും ഈ ലോക ജീവിതത്തിൽ അമ്മയുടെ പ്രാധാന്യം, ആദരവ്, നിത്യസ്മരണ തിരിച്ചറിഞ്ഞ യേശു അമ്മയുടെ ആന്തരിക രൂപഭാവങ്ങളെ സ്വീകരിക്കുവാൻ തീരുമാനിച്ചതാണ് വിശുദ്ധ കുർബാന. കാരണം 10 മാസം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് അമ്മയുടെ ശരീരം ആഹാരമാക്കിയ ദൈവത്തിൻ്റെ ശരീരം അമ്മയുടെ ശരീരമായി മാറുന്നത് യേശു തിരിച്ചറിഞ്ഞു. അതേ അനുഭവം തന്നെ സ്വീകരിക്കുന്നവർക്ക് തൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ മനുഷ്യർക്ക് നൽകുവാൻ തൻ്റെ ശരീരത്തെ നൽകിയ സ്നേഹത്തിൻ്റെ പരിപൂർണതയാണ് വിശുദ്ധ കുർബാന. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രമല്ല യേശു അർത്ഥമാക്കുന്നത്, തൻ്റെ ശരീരത്തെക്കുറിച്ച് കൂടിയാണ്. കാരണം തൻ്റെ ശരീരം കൊണ്ടുകൂടി നിത്യകാലത്തേക്ക് മനുഷ്യൻ്റെ കൂടെ വസിക്കുവാൻ യേശു തീരുമാനിക്കുകയാണ്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം വഴി ദൈവം മനുഷ്യൻ്റെ കൂടെയാണ് വസിച്ചതെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ ശരീരം കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. ആത്മാവിലും ശരീരത്തിലും ഒരുപോലെയാണ് വസിക്കുന്നത്. ഫ്രം സ്റ്റൊമക് ടു ഹാർട്ട്, ഉദരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ വിശുദ്ധ കുർബാന ആദ്യം ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു, തുടർന്ന് ആത്മാവിൻ്റെയും. വിശുദ്ധ കുർബാന സ്വീകരണം വഴി ശരീരവും ആത്മാവും പരിപൂർണമായി യേശുവിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ടാണ് തന്നെ തന്നെ വിശുദ്ധമാക്കിയിട്ട് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്ന് പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് അകത്തുള്ള അറിവാണ് പ്രധാനമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ കുർബാന. അറിവ് 3 രീതിയിലാണ്: അകന്നുള്ള അറിവ്, അടുത്തുള്ള അറിവ്, അകത്തുള്ള അറിവ്. അകന്നോ അടുത്തോ ഉള്ള അറിവ് കൊണ്ട് ഒരാളെ പരിപൂർണമായി അറിയാൻ കഴിയുകയില്ല. അകത്ത് തന്നെ പ്രവേശിക്കണം. അകം എങ്ങനെ വിശുദ്ധമാക്കണം എന്നതിനെക്കുറിച്ച് നിരന്തരം യേശു പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എത്ര ചെറുതാകേണ്ടി വരും, അഥവാ എത്ര വളരേണ്ടി വരും, വലുതാകേണ്ടി വരും. പെസഹ തിരുനാളിൽ സ്വീകരിക്കുന്ന പൊളിപ്പില്ലാത്ത ചെറിയ അപ്പത്തിൻ്റെ രൂപം യേശു സ്വീകരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ്. ഓശാന തിരുനാൾ മുതൽ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ യേശു അത് പഠിപ്പിക്കുകയാണ്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കാണ് യേശു പ്രവേശിക്കുന്നത്. ദേവാലയമാണ് ആദ്യം വിശദീകരിക്കുന്നത്. ദേവാലയത്തിലെ കച്ചവട സ്ഥാപനങ്ങളെയാണ് യേശു പുറത്താക്കുന്നത്. ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അയാൾ ഇതുവരെ കടന്നു വന്ന ജീവിതത്തെ തിരിച്ചറിയാൻ കഴിയുക. ഒരാളുടെ സഞ്ചാരത്തിൻ്റെ പ്രതീകം അയാളുടെ പാദങ്ങളാണ്. ഗുരുവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുക എന്നാൽ ഗുരുവിനെ അറിയുക, അനുഗമിക്കുക, അനുകരിക്കുക എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തൻ്റെ മേൽവസ്ത്രം അഴിച്ചു മാറ്റി അടിമയെപ്പോലെ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കയ്യിലെടുത്ത് കഴുകി ചുംബിച്ചു എന്നത് ദാസനായി തീർന്നതിൻ്റെ അടയാളം മാത്രമല്ല, ഇതുവരെ അയാൾ നടന്നുപോയ വഴികളെ വിശദീകരിക്കുക കൂടിയാണ്. അയാളുടെ സങ്കടങ്ങളുടെയും മുറിവുകളുടെയും ക്ഷതങ്ങളുടെയും അനുഭവങ്ങളെ തിരിച്ചറിയുകയാണ്. ദുർഘടമായ പാതകളിലൂടെ നടന്ന് വിണ്ടുകീറിയ പാദങ്ങളുടെ ദയനീയമായ അവസ്ഥ തിരിച്ചറിഞ്ഞ് സ്നേഹപൂർണമായി തലോടിക്കൊണ്ട് സൗഖ്യം നൽകി കഴുകി വിശദീകരിക്കുന്നതിൻ്റെ കൂടി പ്രതീകമാണ് പാദം കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിനുശേഷം ഇനി സഞ്ചരിക്കേണ്ട പാതകൾ കൂടി യേശു കാണിച്ചു കൊടുക്കുകയാണ്. അത് കാൽവരിയിലേക്കാണ്. യേശുവിൻ്റെ പിന്നാലെ പോകുവാനാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അത് വിഭജിച്ച് നൽകിയപ്പോൾ ഒരാൾ മാത്രമേ അത് പരിപൂർണമായി തിരിച്ചറിഞ്ഞുള്ളൂ, യോഹന്നാൻ ശ്ലീഹ മാത്രം. അതും യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ആ ഹൃദയമിടിപ്പിൻ്റെ താളം പരിപൂർണമായി തിരിച്ചറിഞ്ഞപ്പോഴാണ്. സ്നേഹത്തിൻ്റെ സ്പർശനം അനുഭവിച്ചപ്പോഴാണ്. മറ്റുള്ളവർ പലയിടങ്ങളിൽ കാലിടറി വീണപ്പോഴും കാൽവരിയോളം നടന്നു പോകുവാൻ, കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വരെ എത്തിച്ചേരുവാൻ യോഹന്നാനെ ശക്തനാക്കിയത് വിശുദ്ധ കുർബാനയിലൂടെ ലഭിച്ച ആ അനുഭവമായിരുന്നു. യേശുവിൻ്റെ സ്പർശനമായിരുന്നു. പരിപൂർണ സ്നേഹത്തോടെ
കുർബാന സ്വീകരിക്കുവാൻ മനസ്സായതിൻ്റെ അനുഭവമായിരുന്നു, അതിൻ്റെ അത്ഭുതമായിരുന്നു. വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ ശക്തി തിരിച്ചറിയുവാനും യേശു നൽകുന്ന സ്നേഹം അനുഭവിക്കുവാനുമുള്ള ദിവസങ്ങളാണിത്. വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ വ്യാഖ്യാനം കൊണ്ട് വെളിവാക്കുവാനോ സാധിക്കാത്ത ഈ വലിയ രഹസ്യം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുവാനും മിഴികൾ പൂട്ടി എൻ്റെ ഈ ചെറിയ ഹൃദയത്തിലേക്ക് വരുവാൻ മാത്രം ചെറുതായ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം തിരിച്ചറിയാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തറിഞ്ഞ് അനുഭവിക്കും തോറും കൂടുതൽ സ്നേഹിക്കുവാൻ കഴിയുന്ന അപാരതയാണ് വിശുദ്ധ കുർബാന. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് യേശു ആവശ്യപ്പെട്ട വിശുദ്ധ കുർബാന ലോകത്തിൻ്റെ അവസാനം വരെ വിശുദ്ധമായി തന്നെ എന്നേക്കും പരികർമ്മം ചെയ്യപ്പെടേണ്ടതുണ്ട്. സ്വയം ബലിയായിത്തീർന്ന് ഈ ഉദാശ പരികർമ്മം ചെയ്യുവാനായി അധികാരം ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ തിരുനാൾ കൂടിയാണിന്ന്. അയോഗ്യരും ബലഹീനരും പാപികളുമായ മനുഷ്യരുടെ കൈകളിലേക്ക് ഈ വലിയ ചുമതല ഏൽപ്പിക്കുമ്പോൾ നിനക്ക് എൻ്റെ കൃപ മാത്രം മതിയെന്നാണ് യേശു പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് വിശുദ്ധ കുർബാന എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന എളിയവരും സാധാരണ മനുഷ്യരുമായ വൈദികരെ കൂടി ഈ പെസഹ തിരുനാളിൽ ഓർമ്മിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയോട് ചേർന്നുള്ള അനുദിന ബലിയർപ്പണത്തിലൂടെ ജീവിതയാത്രയിൽ പുതിയ ജീവൻ നേടുവാനും അത് സമൃദ്ധമായി നേടുവാനും ഉള്ളിൽ വസിക്കുന്ന ഈശോയോടൊപ്പം ആത്മാവിനെയും ശരീരത്തെയും നിരന്തരം വിശുദ്ധമാക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ആമേൻ.